എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ ഫിനാൻസിങ് ഡിസിഷൻസുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാര്യങ്ങൾ അറിയാണ്ട് നമുക്ക് ഫിനാൻസിങ് ഡിസിഷൻസിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഇന്ന് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താന്ന് ഉള്ള കാര്യമാണ്. അതൊരു വളരെ പെരിഫറലായിട്ട് അത് മനസ്സിലാക്കുന്നതിന് പകരം നമ്മളതിൻ്റെ പ്രാക്ടിക്കലായിട്ട് എന്താന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. Dear friends, in the last video we talked about the term capitalization. If you add up the total long-term funds employed in a business unit, you will get the amount of capitalization. If the capitalization of a company is 10 crores, what does it mean? So it is the total of the long-term funds employed in that particular business unit. That means it is the sum of equity share capital, preference share capital, reserves and surplus, debentures, ലോങ് ടൈം ലോൺസ്. ഇതിന്റെ ടോട്ടൽ ആണ് ഈ പറയുന്ന ക്യാപിറ്റലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ഉണ്ടാവണം നിർബന്ധമില്ല. ചിലപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഇതെല്ലാം ഉണ്ടാവാം, പല രീതിയിൽ വരാം. ഓക്കെ, അപ്പൊ ആ ടോട്ടൽ എമൗണ്ട് is known as capitalization. അപ്പൊ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്. ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ആണ്. കാരണം അവിടെ ഇമ്പോർട്ടൻസ് എന്താണ്? ആ എമൗണ്ടിനാണ്. ആ 10 crore എന്ന് പറയുന്ന എമൗണ്ടിനാണ് അവിടെ പ്രാധാന്യം. നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്: ഹൗ ദിസ് ക്യാപിറ്റലൈസേഷൻ ഈസ് കമ്പോസ്ഡ്, ഹൗ ദിസ് 10,000 ഈസ് മെയ്ഡ് അപ്പ്, ഹൗ ദിസ് 10 crores ഈസ് മെയ്ഡ് അപ്പ്. ഈ 10 കോടി രൂപ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യത്തെ പറ്റിയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ പറയുന്നത്. എങ്ങനെയാണ് ഇത് ഈ ക്യാപിറ്റലൈസേഷൻ എങ്ങനെയാണ് കമ്പോസ് ചെയ്തേക്കണേ, ക്യാപിറ്റലൈസേഷൻ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്തേക്കണേ എന്നുള്ള കാര്യമാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു പുട്ട് ഇറ്റ് വെരി സിംപ്ലി, ദ റേഷ്യോ ഓഫ് ഓൺഡ് ഫണ്ട്സ് ആൻഡ് ബോറോഡ് ഫണ്ട്സ് ഇൻ ദ ക്യാപിറ്റലൈസേഷൻ ഈസ് കോൾഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതായത് ക്യാപിറ്റലൈസേഷനിലുള്ള ഓൺഡ് ഫണ്ടിന്റെയും ബോറോഡ് ഫണ്ടിന്റെയും റേഷ്യോ അല്ലെങ്കിൽ പ്രപ്പോർഷൻ, ആ പ്രപ്പോർഷൻ ആണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇഫ് യു നോ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി, ദാറ്റ് സിംപ്ലി മീൻസ് ദാറ്റ് യു നോ ദി മിക്സ് ഓഫ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. അത് എങ്ങനെയാണ് മിക്സ് ചെയ്തിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമെന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ഉദാഹരണമായിട്ട് 50:50, ദാറ്റ് മീൻസ് 50% of the total long-term funds are contributed by equity share capital, owned funds, and the remaining 50% is contributed by borrowed capital. അപ്പോൾ ആ റേഷ്യോ 60:40 ആവാം, 40:60 ആവാം, 90:10 ആവാം, 10:90 ആവാം. അപ്പൊ ഇതാണ് എന്ത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന കാര്യം. ആ പ്രപ്പോർഷൻ അല്ലെങ്കിൽ ആ മിക്സ് അല്ലെങ്കിൽ ആ റേഷ്യോ, ഇതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതൊരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ആണ്. നമുക്ക് വേണമെങ്കിൽ 1000 കോടി 2000 കോടിയോ എല്ലാം ക്യാപിറ്റലൈസേഷൻ വരാം. പക്ഷെ ആ 2000 കോടി എങ്ങനെ വന്നു എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടാണ്. ഓക്കെ, 2000 കോടിയിൽ 1900 കോടി നമ്മൾ ഡെറ്റ് ആണെങ്കിലോ, അപ്പൊ അത്തരം കാര്യങ്ങളെ പറ്റി നമുക്ക് അറിയണമെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ പറ്റിയുള്ള ഒരു കാര്യം അറിഞ്ഞാൽ മാത്രമാണ് അത്രയും ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ഒരു കമ്പനിയുടെ പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താന്നുള്ള കാര്യത്തെ പറ്റി ഐ തിങ്ക് യു ഗോട്ട് എ വെരി ഫെയർ ഐഡിയ. ഉണ്ടാവും. നമ്മളൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ അത് ഫിനാൻസിങ് ഡിസിഷൻ ആയിക്കോട്ടെ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആയിക്കോട്ടെ, ഡിവിഡൻഡ് ഡിസിഷൻ ആയിക്കോട്ടെ, വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ ആയിക്കോട്ടെ, ദ എയിം or the objective of the financial manager is the value maximization. ഫേമിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യണം എന്നതായിരിക്കണം ഫിനാൻഷ്യൽ മാനേജറിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പൊ വാല്യൂ മാക്സിമൈസേഷനിലേക്ക് പോകണമെങ്കിൽ നമ്മൾ വാല്യൂ എന്താന്നുള്ള കാര്യം അറിയണം. വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് കൂടുക എന്നുള്ളതാണ്. മാർക്കറ്റ് പ്രൈസ് കൂടുമ്പോൾ വാല്യൂ ഓഫ് ദി ഫേം കൂടും. ഓക്കെ, നമ്മൾ തിയറട്ടിക്കലി ആയിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഏതൊരു കാര്യത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സിന്റെ പ്രസന്റ് വാല്യൂ ആണ്. ദാറ്റ് മീൻസ് ഇഫ് യു ഡിസ്കൗണ്ട് ദി ബെനിഫിറ്റ്സ് ദാറ്റ് മേ അക്രൂ ഫ്രം എ പർട്ടിക്കുലർ അസറ്റ്, യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് ദാറ്റ് അസറ്റ്. നമ്മൾ ഒരു അസറ്റിന്റെ വില എന്ന് പറയുന്നത് ആ അസറ്റിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എത്രയാണോ അതിനെ ഡിസ്കൗണ്ട് ചെയ്താൽ മതി എന്നാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ്. നമ്മൾ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം.
ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉദാഹരണം പറയുന്നത് ഒരു കമ്പനിയുടെ ഇക്വിറ്റി ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ആ ഇക്വിറ്റി ഷെയറിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് ഡിവിഡൻഡ് ആണ്. അത് കൂടാണ്ട് ആ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് ചെയ്യാണ്, കിട്ടാൻ പോകുന്ന ബെനിഫിറ്റിനെ ഡിസ്കൗണ്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഡിവിഡൻഡ് നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ് ആയാലും D1 ഡിവൈഡ് ബൈ കെ. അപ്പൊ കെ കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യും. കെ കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യാനുള്ള കാരണം കെ എന്നാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. നമ്മൾ ഇക്വിറ്റി ഷെയറിന്റെ പ്രൈസിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ ഇതേ സെയിം ലോജിക്ക് വെച്ച് ഡിബഞ്ചറിന്റെ പ്രൈസ് എന്തായിരിക്കും? ഇൻട്രസ്റ്റ്. ഡിബഞ്ചറിന് കിട്ടാൻ പോകുന്ന കാര്യം എന്താണ്? ഇൻട്രസ്റ്റ്. അപ്പൊ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ കെ ഡി, കോസ്റ്റ് ഓഫ് ഡെറ്റ്. കോസ്റ്റ് ഓഫ് ഡെറ്റ് കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യാനുള്ള കാരണം ഡെറ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇതേ ലോജിക്ക് നമ്മളുടെ ഫേമിന്റെ വാല്യൂയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്തേ. ഒരു ഷെയറിന്റെ വാല്യൂ അല്ലെങ്കിൽ ഒരു ഡിബഞ്ചറിന്റെ വാല്യൂ, ആ സെയിം ലോജിക്ക് ഒരു ഫേമിന്റെ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഒരു ഫേം എന്ന് പറയുമ്പോൾ ഡിവിഡൻഡോ ഇൻട്രസ്റ്റോ ഒന്നും അല്ല. ഒരു ഫേം വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് കിട്ടുക. നമ്മൾ ടെക്നിക്കലായിട്ട് EBIT എന്ന് പറയാം, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഓക്കെ, അപ്പൊ അതാണ് ബെനിഫിറ്റ്. എന്തുകൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യണം? കെ കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്താൽ പോരാ, KD കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്താൽ പോരാ. എന്തുകൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യണം? KO. ദാറ്റ് മീൻസ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ വാല്യൂ ഓഫ് ദി ഫേം ഈസ് ഈക്വൽ ടു EBIT ഡിവൈഡഡ് ബൈ KO. ഇതാണ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. തിയററ്റിക്കലി, പ്രാക്ടിക്കലി അല്ല, തിയററ്റിക്കലി നമ്മൾ പറഞ്ഞു വാല്യൂ മാക്സിമൈസേഷൻ ആണ് അൾട്ടിമേറ്റ് ആയുള്ള ഒബ്ജക്റ്റീവ്. അപ്പൊ ഈ വാല്യൂ കൂടണം. വാല്യൂ കൂടണമെങ്കിൽ നമുക്ക് എന്താണ്? ഒന്നല്ലെങ്കിൽ EBIT കൂടണം, അല്ലെ? അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയണം. എങ്കിൽ മാത്രമാണ് വാല്യൂ കൂടത്തുള്ളൂ. അതർവൈസ് വാല്യൂ വിൽ നോട്ട് ഇൻക്രീസ്. ഇതിന്റെ EBIT എന്ന് പറയുന്ന കാര്യം ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ്? ഒരു കമ്പനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുന്നത് അതിന്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണോ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണോ എന്നുള്ള കാര്യത്തിൽ നിന്ന് ആസ്പദമാക്കിയല്ല. അത് വേറെ ഒരുപാട് കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വരുന്നത്, EBIT വരുന്നത്. സെയിൽസ്, വേരിയബിൾ കോസ്റ്റ്, കോമ്പറ്റീഷൻ, മാർക്കറ്റ് കണ്ടീഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മുടെ EBIT വരുന്നത്. അപ്പൊ അതിന് ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ട് ഒരു ബന്ധമില്ല, ഡയറക്റ്റ് ആയിട്ട് ഒരു ബന്ധമില്ല. പിന്നെ അപ്പൊ നമുക്ക് വാല്യൂ കൂട്ടാനായിട്ട് എന്തോ ഒരു മാർഗം, ഈ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയണം, അല്ലേ? നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ നല്ല കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ, പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാൻ പറ്റും. അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്രോപ്പറായിട്ട് ഫോർമുലേറ്റ്, സയന്റിഫിക് ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാനും പറ്റും, നമ്മുടെ ഫേമിന്റെ വാല്യൂ കൂട്ടാനും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു മിക്സർ തയ്യാറെടുക്കുകയാണ്, അല്ലെ? ഇക്വിറ്റി, പ്രിഫറൻസ് ഷെയർ, റിസർവ്സ്, ഇതെല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ മിക്സ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് നമ്മുടെ പർപ്പസ് എന്താണ്? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയണം എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. എങ്കിൽ മാത്രമാണ് വാല്യൂ കൂടുള്ളൂ. അപ്പൊ നമുക്കൊരു വളരെ ക്വിക്കായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 3 സോഴ്സ് ആണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ്. ഈ 3 കാര്യം സാധാരണ ഒരുക്കപ്പെട്ട എല്ലാ ക്യാപിറ്റൽ സെക്ടറിലും വരുന്ന സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഓരോന്നും ഒന്ന് പരിശോധിക്കാം. നമ്മൾ പരിശോധിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ പ്രാഥമികമായിട്ട് നോക്കേണ്ടത്. ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റിസ്ക് ആണ്. രണ്ടാമത്തെ കാര്യം അതിന്റെ കോസ്റ്റ് ആണ്. മൂന്നാമത്തെ കാര്യം ഡൈല്യൂഷൻ ഓഫ് കൺട്രോൾ ആണ്. 3 കാര്യങ്ങൾ ഓരോന്നെടുത്ത് പരിശോധിക്കാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ റിസ്ക് ക്യാപിറ്റൽ ആണ്. ഇറ്റ്സ് എ റിസ്ക് ക്യാപിറ്റൽ. ബട്ട് ഫ്രം ദി കമ്പനീസ് പോയിന്റ് ഓഫ് വ്യൂ, ഫ്രം ദി കമ്പനീസ് വ്യൂ പോയിന്റ് എന്താണ്? ഈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഒരു റിസ്ക് താരതമ്യേന കുറവായിട്ടുള്ള സെക്യൂരിറ്റിയാണ്. എന്തുകൊണ്ടാണ്? ദർ ഇസ് നോ നീഡ് ടു പേ എനി ഫിക്സഡ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഫിക്സഡ് ഡിവിഡൻഡ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ടും തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലേ? സാധാരണ പ്രിൻസിപ്പൽ എമൗണ്ട് എപ്പോഴാണ് തിരിച്ചു കൊടുക്കുന്നത്? അറ്റ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻ ഓഫ് ദി കമ്പനി. ആ സമയത്ത് തിരിച്ചു കൊടുത്താൽ മതി, അല്ലേ? അതർവൈസ് ഒരു ബൈബാക്ക് ഓഫ് ഷെയർസ് വരണം. ബൈബാക്ക് എന്നൊക്കെ പറയുന്നത് വളരെ റെയർ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് കമ്പനി വളരെയധികം പ്രോഫിറ്റബിൾ ആയുള്ള സിറ്റുവേഷനിലാണ് ബൈബാക്ക് സംഭവിക്കുള്ളൂ. അപ്പൊ റിസ്ക് കമ്പനിയെ സംബന്ധിച്ച് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് എങ്ങനെയാണ്? കുറവാണ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിലേക്ക് വരുമ്പോൾ റിസ്ക് റിലേറ്റീവ്ലി ഇത്തിരി കൂടി. കാരണം എന്താ? ദ കമ്പനി ഹാസ് ടു പേ എ ഫിക്സഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. അത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. അപ്പൊ റിസ്ക് അത്ര കൂടുതലുണ്ടെന്ന് പറയാൻ പറ്റില്ല. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഡിവിഡൻഡ് കൊടുത്താൽ മതി. പക്ഷേ എന്താണ്? റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ കമ്പൽസറി ആണ്. ആഫ്റ്റർ എ സെർട്ടൻ നമ്പർ ഓഫ് ഇയേഴ്സ് ദ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഷുഡ് ബി റിഡീംഡ്. അപ്പോൾ അവിടെ ഒരു റിസ്കിന്റെ എലമെന്റ് ഉണ്ട് കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ. ശ്രദ്ധിക്കുക, ഞാൻ പറയുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നല്ല, കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ്. ഇനി ഡിബഞ്ചറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ റിസ്ക് പിന്നെയും കൂടുതലാണ്. എന്താണ്? മാൻഡേറ്ററി പേയ്മെന്റ് ആണ്. ഇൻട്രസ്റ്റ്, ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദ കമ്പനി ഹാസ് ടു പേ. ദ കമ്പനി ഹാസ് ടു പേ ദ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഓർ ഇൻട്രസ്റ്റ് ഓൺ ഡെറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി പ്രോഫിറ്റ്.
നിർബന്ധമായിട്ട് കൊടുക്കണം. അത് കൂടാണ്ട് എന്താ, ആഫ്റ്റർ എ സെർട്ടൻ നമ്പർ ഓഫ് ഇയേഴ്സ് ദ ഡെറ്റ് ഷുഡ് ബി റീപെയ്ഡ്. അപ്പോൾ ഈ റിസ്ക് എലമെന്റിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ എന്താണ്, ഡെറ്റ് ആണ് ഏറ്റവും കൂടുതൽ റിസ്കി ആയിട്ടുള്ള കാര്യം. ഇനി കോസ്റ്റ് എടുക്കുക. കോസ്റ്റ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ കോസ്റ്റ് എന്താണ്, ഡിവിഡൻഡ് ആണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന ഡിവിഡൻഡ് സാധാരണയായിട്ട് വളരെ കൂടുതലായിരിക്കും, കാരണം അവർ നല്ല റിസ്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നമ്മൾ കൂടുതൽ ഡിവിഡൻഡ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇക്വിറ്റി ഷെയറിന്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡ് ഈസ് നോട്ട് എ ടാക്സ് ഡിഡക്റ്റബിൾ ഐറ്റം. അപ്പോൾ നമ്മൾ ഡിവിഡൻഡ് കൊടുത്തുകൊണ്ട് ടാക്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഇത് മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ കോസ്റ്റ് ഇക്വിറ്റി ഷെയർസിനാണ് ഏറ്റവും കൂടുതൽ. പ്രിഫറൻസ് ഷെയർസിന് വരുമ്പോൾ എന്താണ്, ഈ പ്രിഫറൻസ് ഷെയർസിനും കോസ്റ്റ് ഇക്വിറ്റി ഷെയർസിന് അത്രയും കോസ്റ്റ് ഇല്ല, എങ്കിലും കോസ്റ്റ് കൂടുതലാണ്. കാരണം നമുക്കറിയാം പ്രിഫറൻസ് ഡിവിഡൻഡ് എന്തല്ല, ഒരു ടാക്സ് ഡിഡക്റ്റബിൾ ഐറ്റം അല്ല. ടാക്സ് പർപ്പസിന് വേണ്ടി ഒരു ടാക്സ് കണ്ടുപിടിക്കുമ്പോൾ ഈ പ്രിഫറൻസ് ഡിവിഡൻഡ് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ടിന് ടാക്സ് കൊടുക്കാൻ പറ്റുമൊന്നുമില്ല. പക്ഷേ ഡെറ്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡെറ്റിന്റെ ഇൻട്രസ്റ്റ് റിലേറ്റീവ്ലി കുറവാണ്. ഡിവിഡൻഡിന്റെ റേറ്റിനേക്കാളും കുറവായിരിക്കും ഇൻട്രസ്റ്റിന്റെ റേറ്റ്. അതേപോലെ തന്നെ പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് എ ടാക്സ് ഡിഡക്റ്റബിൾ ഐറ്റം. അപ്പൊ അതുകൊണ്ട് കമ്പനിയെ സംബന്ധിച്ച് ഡെറ്റിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, കോസ്റ്റ് കുറവാണ്. നമ്മൾ പറഞ്ഞു റിസ്ക് കൂടുതലെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഇനി ഡൈല്യൂഷൻ ഓഫ് കൺട്രോളിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താ കുഴപ്പം, എന്താ, നമ്മുടെ കൺട്രോൾ ഡൈല്യൂട്ടർ ആവും. ദാറ്റ് മീൻസ് മോർ പബ്ലിക് വിൽ കം ടു ദി കമ്പനി ആസ് ഓണേഴ്സ്. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പ്രിഫറൻസ് ഷെയർസിന്റെ കൺവെർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ പിന്നീട് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് മാറി ഡൈല്യൂഷൻ ഓഫ് കൺട്രോൾ സംഭവിച്ചേക്കാം. പക്ഷെ അതർവൈസ് നമുക്ക് ഡൈല്യൂഷൻ സംഭവിക്കില്ലാത്തൊരു സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. ഡിബഞ്ചറിന്റെ കാര്യത്തിലും അതെ, ഡൈല്യൂഷൻ ഓഫ് കൺട്രോൾ ഇല്ല. കൺവെർട്ടബിൾ ഡിബഞ്ചർ ആണെങ്കിൽ അറ്റ് എ ഫ്യൂച്ചർ ടൈം ദ കമ്പനി മേ ബി ഫോഴ്സ്ഡ് ടു കൺവേർട്ട് ദി കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇൻ ടു ഷെയർസ്. അന്നേരം ഡൈല്യൂഷൻ ഓഫ് കൺട്രോൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് സാധാരണ രീതിയിൽ നമ്മൾ ഈ മിക്സ് തയ്യാറാക്കുന്നത്. നമ്മുടെ പർപ്പസ് എന്താണ്, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഷുഡ് ഗെറ്റ് റെഡ്യൂസ്ഡ്. ഇതാണ് നമ്മുടെ പർപ്പസ്. ഈ മൂന്ന് കാര്യങ്ങൾ അല്ലാണ്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഫ്ലെക്സിബിലിറ്റി അങ്ങനെ ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതായത് ഒരു ഡൈനാമിക് ചേഞ്ച് വരുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിന് പറ്റണം. പെട്ടെന്ന് നമുക്കൊരു പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്തിട്ട് ഒരു ലോൺ എടുക്കാനുള്ള അവസരം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഒരു ഡിബഞ്ചർ റിഡീം ചെയ്യാൻ പെട്ടെന്ന് പറ്റും, അല്ലെങ്കിൽ ലോൺ നമുക്ക് റിഡീം ചെയ്യാൻ പറ്റും, പുതിയ ഫ്രഷ് ക്യാപിറ്റൽ ഇൻഫ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, വളരെ ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, അത് കൂടാണ്ട് വേറൊരു കാര്യമാണ് സോൾവൻസി എന്ന് പറഞ്ഞ കാര്യം. നമ്മൾ ഡെറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താ കുഴപ്പം, എന്താ, ഡെറ്റിന്റെ കോസ്റ്റ് കുറവാണ്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി കൂടും, നമ്മുടെ പ്രോഫിറ്റ് കൂടും. ഡെറ്റിന്റെ കോസ്റ്റ് കുറവാണ്, പക്ഷേ കമ്പനിയുടെ സോൾവൻസി പൊസിഷൻ പ്രോബ്ലത്തിലാവാൻ സാധ്യതയുണ്ട്. കാരണം എന്താ, നമ്മൾ ഡെറ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെന്റ് കമ്പൽസറി പേയ്മെന്റ് ആണ്. അപ്പൊ കമ്പൽസറി പേയ്മെന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, നമ്മൾക്ക് ഒരു ലിക്വിഡിറ്റി പ്രോബ്ലം, ഒരു ബാങ്ക്രപ്സി പ്രോബ്ലം ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ, ആ ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ ഫോളോ ചെയ്തപ്പോൾ, നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മളത് ഉപയോഗിച്ചപ്പോൾ നമ്മുടെ ഫേമിന്റെ വാല്യൂ ഏറ്റവും ഹയസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് വിളിക്കാം. So the optimum capital structure is that capital structure which will maximize the value of the firm by reducing the overall cost of capital. Overall cost of capital കുറച്ചുകൊണ്ട് ഒരു ഫേമിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ആണെങ്കിൽ ദ വാല്യൂ ഓഫ് ദി ഫേം വിൽ ബി അറ്റ് ഇറ്റ്സ് മാക്സിമം. എന്ന് വെച്ചാൽ അർത്ഥം എന്താ, ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കമ്പനി വിൽ ബി അറ്റ് ഇറ്റ്സ് മാക്സിമം. ഓക്കെ, സിമിലർലി ഏർണിംഗ്സ് പെർ ഷെയർ വിൽ ബി അറ്റ് ഇറ്റ്സ് മാക്സിമം. ആ കമ്പനിയുടെ ഏർണിംഗ് പെർ ഷെയർ ഏറ്റവും കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ദി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ബി അറ്റ് ഇറ്റ്സ് മിനിമം. ഈ 3 കാര്യങ്ങളാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ള കാര്യത്തെ പറ്റി നിങ്ങൾ അറിയേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഒരു കമ്പനിയുടെ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഫിനാൻസ് മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിന് കഴിയണമെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയണം. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയണമെങ്കിൽ അദ്ദേഹം ക്യാപിറ്റൽ സ്ട്രക്ചർ വളരെ സയന്റിഫിക് ആയിട്ട്, ലോജിക്കലായിട്ട് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഡിസൈൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനി നമ്മൾ ഈ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന കാര്യം വളരെ തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്.
നമുക്കറിയാം ഒരു കമ്പനിയുടെ ഒരു നമ്മൾ 60-40 എന്നൊരു പ്രപ്പോർഷൻ തീരുമാനിച്ചു. ആ 60-40 എന്ന് പറഞ്ഞ പ്രപ്പോർഷനിൽ ദ വാല്യൂ ഓഫ് ദി ഫേം ഏറ്റവും കൂടുതലായ സമയമാണ്. അപ്പോൾ നമുക്ക് ഒപ്റ്റിമം എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ 40-ൽ ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ ഉണ്ടായിരുന്നു. ആ ലോണിന്റെ ഇൻട്രസ്റ്റ് റിസർവ് ബാങ്കിന്റെ പലിശ നിരക്ക് കൂടിയുണ്ട്, ആ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിപ്പോയി. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിപ്പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ പെട്ടെന്ന് ഒപ്റ്റിമം അല്ലാണ്ടായിട്ട് മാറും. Okay, so once you select an optimum capital structure, it may become an expensive capital structure due to the dynamic environment. അപ്പോൾ പല മാറ്റങ്ങളും വരുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച് വൺസ് യു സെലക്റ്റഡ് ആൻ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഇറ്റ് വിൽ നോട്ട് റിമെയിൻ ഒപ്റ്റിമം ഫോർ എവർ. നമ്മൾ എപ്പോഴും അത് ഒപ്റ്റിമമായിട്ട് ഇരിക്കണം നിർബന്ധമില്ല. കാര്യം എന്താ, പല കാരണം കൊണ്ട് മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്താ ഒരു ഫിനാൻസ് മാനേജറിന് എന്താ പറ്റുക, he can choose a capital structure that is somewhat near to the optimum capital structure based on his conditions and environment. അപ്പോൾ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ട് ഏകദേശം അടുത്ത് നിൽക്കുന്ന ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോർമുലേറ്റ് ചെയ്യാനാണ് ശരിക്കും ഫിനാൻസ് മാനേജറിന് പറ്റുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ പലതരം ക്യാപിറ്റൽ സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞു. പിന്നെ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റി പറഞ്ഞു. അവസാനം നമ്മൾ പറഞ്ഞ കാര്യമാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറും എന്താണ്, അപ്രോപ്രിയേറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറും എന്താണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അവസാനം പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഫർദർ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ്.